അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ ചികിത്സയ്ക്കായി കോടനാട് അഭയാരണ്യത്തിൽ എത്തിച്ചു. മയക്കുവെടി വെച്ച കാട്ടാനയെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷമാണ് കോടനാട് എത്തിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നോക്കാം. അത് അന്ന് നമ്മളൊരു ഫസ്റ്റ് ചികിത്സ നടത്തിയപ്പോഴേ ഡോക്ടർ പറഞ്ഞതാണ് ആ കൊമ്പ് കുത്തിയിറങ്ങി ആ ഒരു ആഴം ഉണ്ടായിരുന്നു. അത് അന്ന് ചികിത്സ നടത്തിയതിന് ശേഷം കുറച്ചൊന്ന് ഉണങ്ങി വന്നിട്ടാണ് പിന്നെ ഇത് പഴുക്കാൻ തുടങ്ങിയത്. സൈനസിൽ കുത്തേറ്റതിൻ്റെ ഒരു മുറിവാണ്. അതെന്തായാലും ഹീൽ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കും ഉണ്ട്. കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇനിയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഡോക്ടേഴ്സ് തീരുമാനിക്കും. ഇനി എങ്ങനെയാണ് അതിനെ ചികിത്സിക്കുന്നതെന്നൊക്കെ ഉള്ളത് അത് ഡോക്ടറുടെ ടീമുണ്ട്, അവരത് തീരുമാനിക്കുന്നതായിരിക്കും. അശ്വിൻ പാലാഴി കോടനാട് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അശ്വിൻ, അങ്ങനെ ഈ കോടനാട് അഭയാരണ്യത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് എത്ര നാൾ ചികിത്സ വേണ്ടിവരും? എന്താണ് അവിടെ നിന്ന് നമുക്ക് നൽകാൻ പറ്റുന്ന പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, നമ്മളിപ്പോൾ ഉള്ളത് ഈ ആനയെ പാർപ്പിച്ചിരിക്കുന്ന കൂടിന് സമീപത്താണ്. ഇപ്പോൾ നിലവിൽ ഈ വെടിയേറ്റതിൻ്റെ ചില അവശതകൾ, അതായത് അതിൻ്റേതായ മന്ദതയിൽ കഴിയുകയാണ് ആന ഇപ്പോൾ. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ചികിത്സ നൽകാൻ കഴിയുന്ന, ഉടനടി ചികിത്സ ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് വനം വകുപ്പ് ഫോറസ്റ്റ് അധികൃതരൊക്കെ അറിയിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ലോറിയിലാണ് ആനയെ ഇവിടേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് ആനയ്ക്ക് കൂട്ടിലേക്ക് സ്വയം കയറാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രത്യേക റാമ്പും ഒരുക്കിയിരുന്നു. അതിലെ മറ്റ് വലിയ പ്രയാസങ്ങളില്ലാതെ ആന തനിയെയാണ് ഈ കൂട്ടിനുള്ളിലേക്ക് കയറിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, കൂട്ടിനകത്ത് വളരെ ശാന്തനായി നിൽക്കുകയാണ് ആന. ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വെടിയേറ്റതിൻ്റെതായ ചില മന്ദത ആന പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അല്പസമയം മുമ്പാണ് ഈ പൈപ്പിലെ വെള്ളം ഉപയോഗിച്ച് ആനയുടെ ദേഹമൊന്ന് നനച്ച് നൽകിയിരുന്നു. ഒപ്പം ഈ മുറിവ് നമ്മൾ വിചാരിച്ചതിനും ആഴത്തിലുള്ളതാണ്. അത് ഗുരുതരമായ മുറിവ് തന്നെ എന്നാണ് അല്പസമയം മുമ്പ് DFO അറിയിച്ചതും. അതുകൊണ്ട് തന്നെ നീണ്ട ചികിത്സ വേണ്ടിവരും. എത്ര നാൾ ഈ ചികിത്സ നീണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാരാണ് വ്യക്തത നൽകേണ്ടത്. അല്പസമയത്തിനുള്ളിൽ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വൈദ്യസംഘം ഇവിടെ എത്തും. ആനയെ നേരിൽ കണ്ട് പരിശോധിക്കും. ഇത്രത്തോളം അടുത്തുള്ള ഒരു പരിശോധനയ്ക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. അത് അല്പസമയത്തിനുള്ളിൽ നടക്കും. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഏത് രീതിയിലുള്ള ചികിത്സാ രീതി അവലംബിക്കണം, എത്ര നാളിത് മുന്നോട്ട് പോകും എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു ഏകദേശ ധാരണ ഉണ്ടാവുകയുള്ളൂ. ഈ കോടനാട് അഭയാരണ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ പ്രാഥമികമായ ചികിത്സ ഈ കാട്ടാനയ്ക്ക് നൽകിയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അത്ര ആഴത്തിലുള്ള മുറിവാണോ മസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നത്? അതിനെക്കുറിച്ചൊരു പ്രാഥമികമായ വിലയിരുത്തൽ ഈ ഡോക്ടേഴ്സ് നടത്തിയോ? നിലവിൽ അവിടെ വെച്ച്, അതായത് ആനയെ പിടികൂടിയ സ്ഥലത്ത് നിന്ന് തന്നെ മുറിവിനാവശ്യമായ ചികിത്സ നൽകിയിരുന്നു. അത് നല്ല രീതിയിൽ ആഴത്തിലുണ്ട് എന്നുള്ളത് അവിടെ വെച്ച് തന്നെ വ്യക്തമായതുമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് ഏത് തരത്തിൽ നമുക്ക് സ്ക്രീനിൽ പ്രതിഫലിക്കുമെന്ന് അറിയില്ല, പക്ഷേ നേരിൽ കാണുമ്പോൾ ആ മുറിവിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വലിയ ആഴത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചികിത്സാ രീതി അതിനോട് അനുബന്ധിച്ച് വളരെ നീണ്ടു നിൽക്കുന്ന ചികിത്സാ രീതി തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതും. അവിടെ വെച്ച് നൽകിയ ചികിത്സയിൽ അത് ഈ മുറിവിൻ്റെതായ ചികിത്സ മാത്രമാണ് നൽകിയത്. മറ്റേതെങ്കിലും തരത്തിലുള്ള അവശതകൾ ആനയ്ക്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അല്പസമയത്തിനകം നടക്കുന്ന വൈദ്യപരിശോധനയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആദ്യം നൽകുക മുറിവിനുള്ള ചികിത്സ തന്നെയാണ്. അത് ഒരു പ്രാഥമിക ചികിത്സ മാത്രമാണ് രാവിലെ നൽകിയത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് കോടനാട് നിന്ന്. പ്രാഥമികമായ ചികിത്സ നൽകിയിട്ടുണ്ട്. എത്ര നാൾ നീണ്ട ചികിത്സ ആവശ്യമായി വരും എന്ന കാര്യമൊക്കെ ഒരു വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഡോക്ടേഴ്സിന് പറയാൻ കഴിയൂ എന്നാണ് അശ്വിൻ പാലാഴി പറയുന്നത്. ഇപ്പോൾ ഏതായാലും മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ, കൊമ്പനെ ഇവിടെ കോടനാട് അഭയാരണ്യത്തിൽ എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളായിരുന്നു അശ്വിൻ പാലാഴി പങ്കുവച്ചത്.